ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു JMJ തഗ് ലൈഫ്. പണ്ട് ആദ്യം ഇതിന്റെ ഒരു ഗ്ലിംസ് വന്ന സമയത്തെ നമ്മുടെ കമലണ്ണൻ ഉലകനായകൻ അദ്ദേഹം ഒരു ഡയലോഗിനെ തല തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് മേക്കിംഗ് വീഡിയോ വന്ന സമയത്ത് ഡയലോഗിനെ തിരിച്ചു പറയുക, റിവേഴ്സ്, എന്നിട്ടാണ് ആ ഗ്ലിംസ്, അത് ടീസറിന്റെ ഭാഗമായതൊന്നും ഓർമ്മയില്ല, പുറത്തു വിട്ടിരുന്നത്. അന്ന് മുതൽ ഈ സിനിമയിൽ പ്രതീക്ഷയാണ്. ആൻഡ് ഇതിൽ ആദ്യം നമ്മൾ DQ ദുൽഖർ സൽമാൻ വരുന്നു പറഞ്ഞു. പക്ഷെ ദുൽഖർ സൽമാൻ പല സിനിമകളുടെയും ഡേറ്റും ക്ലാഷും കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ ആ ഡേറ്റ് മാറ്റി പകരം സിലംബരസൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം STR ഇതിൽ ആ കഥാപാത്രത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മകനായിട്ടോ അങ്ങനെ എന്തൊക്കെയാണ്. ഏതായാലും തഗ് ലൈഫിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 7 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ കമൽഹാസൻ, മണിരത്നം, ആ പേര് മനസ്സിലായിട്ടോ, മണിരത്നം, STR, AR റഹ്മാൻ, RKF എന്താണെന്ന് അറിയില്ല. എന്തായാലും 7 മിനിറ്റ് കൊണ്ട് തന്നെ 40,018 വ്യൂ ഇപ്പൊ ഇതിൽ വന്നിട്ടുണ്ട്. ലെറ്റ്സ് വാച്ച്. റെഡി. ഫുൾ വോയിസ് കേട്ടോ, ഫുൾ വോയിസ്. ഗില്ല് ഗില്ലിക്കണം. நீ என் உயிரை காப்பாத்துறவன், யமங்கிட்ட இருந்து என்ன மீட்டு எடுத்தவன். உன் தலை எழுத்தையும் என் தலை எழுத்தையும் ஒன்னா எழுதி வச்சுட்டான். இனிமே நீயும் நானும் ஒண்ணு, கடைசி வரைக்கும். நான் 8 அடி பாஞ்சா நீ 18, 16. சரி கணக்கு புள்ள. That was nice. உள்ள இருந்து நான் பாத்துக்கிட்டு இருப்பேன், வெளியே அமரம் பாத்துக்குவான். அமரம் தான் எல்லாத்தையும் பார்த்து பண்ணா நான் என்ன இதுக்கா? எனக்கு எதுவும் சரியா படல, நீங்க இப்ப போக வேண்டாம். மேடம், I am your only Adam. அவர் நம்ம வீடு தேடி வராது, நாம தான் கையில் எடுத்துக்கணும். இனிமே இங்க நான் தான் ரங்கராய சக்திவேல். இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா? ഓ എന്താ കർഷകൻ. സിനിമ 5th 5-ാം തീയതി കേട്ടോ. ആഹാ, കിടിലൻ ട്രെയിലർ കേട്ടോ, കിടിലൻ ട്രെയിലർ. നല്ല പ്രതീക്ഷ ഒന്ന് ട്രെയിലർ. ആൻഡ് ഒരു പാട്ട് വന്നു പോയില്ല എന്റെ ഇടയിൽ. AR റഹ്മാൻ, എന്റെ മനുഷ്യ, ശരിക്കും മജീഷ്യൻ. ആ പാട്ട് വന്നത് പോയതേ, അങ്ങനെ സാധനം പോയി നിന്ന് ഇങ്ങനെ. അല്ലെങ്കിലും അവിടെ നിന്നെടുത്ത് ഉള്ളത് സാധനം അങ്ങ് പോയി. അങ്ങനെ എന്താ അതല്ലേ, അത് STRന്റെ ഇൻട്രോ കൊടുത്ത വണ്ടിയിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ആ പാട്ട് വന്നിരുന്നത്. കൊള്ളാം. അത് നല്ല സൂപ്പർ പാട്ടായിരിക്കും. നല്ല ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന, നല്ല രസമായിട്ട് ഇങ്ങനെ നല്ലൊരു ഫീലുള്ള പാട്ടാവാൻ സാധ്യതയുണ്ട്. അത് എനിക്ക് അത് ഫുൾ കേൾക്കാൻ തോന്നുന്നു. അങ്ങനെ ഒരു വരീമയാണല്ലേ AR റഹ്മാൻ അങ്ങനെ കാണിച്ചു വെച്ചത്. അതിന്റെ ഇടയിൽ കൊടുത്തിട്ടുള്ള BGMs, മനുഷ്യൻ ഭയങ്കര നടക്കൂലോ. എത്ര കിടിലൻ ആൾക്കാർ വേറുണ്ട്, ബട്ട് അതൊരു ക്ലാസ്, അത് തോട്ടാൻ കഴിയില്ല, ഭയങ്കരമാണ്. ആൻഡ് മണിരത്നത്തിന്റെ ഫ്രെയിംസ്, ഇതിൽ ചില സ്ഥലങ്ങൾ ഐ ആം ഓൺലി ആഡം എന്ന് പറയുന്നത് തൊട്ട് മുമ്പുള്ള ഒരു സീൻ ഉണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുള്ള സാധനങ്ങൾ, അങ്ങനത്തെ ഐക്കോണിക് ചില സാധനങ്ങളുണ്ട് മണിരത്നത്തിന്. അത് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ കണക്ഷൻ ആണെങ്കിലും എനിക്ക് തോന്നുന്നു, ഇപ്പം ഒരു മകൻ അച്ഛൻ കണക്ഷൻ, അത് മകനല്ല, ഇനി മുതൽ നീയും ഞാൻ ഒന്ന് എന്നാണ് പറയുന്നത്. അപ്പൊ വേറെ ആരോ മകൻ മരിച്ചിട്ട് എടുത്തു, ആ രീതിയിൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സ്വന്തം മകനായിട്ട് തന്നെയാണോന്നും അറിയില്ല. എന്തായാലും ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തുടക്കത്തിൽ ട്രെയിലർ തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇവർ ഭയങ്കര കണക്ഷൻ പോയി എൻഡിൽ വേറെ എന്തോ സംഭവിക്കുന്നു. അത് അതുപോലെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ മണിരത്നം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവർ വേറെ എന്തെങ്കിലും വേണ്ടി അത് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തതും ആവാം, നമ്മളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി അങ്ങനെ സാധനം കൊടുത്തതോ, വേറെ ഏതെങ്കിലും സമയത്ത് നടക്കുന്നതോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന സീനോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മറ്റൊന്നും അങ്ങനെ തരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എന്തായാലും കിടിലൻ സാധനമായിരിക്കും. ആൻഡ് ഉലകനായകൻ വൺസ് അഗൈൻ
ഞെട്ടിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. കാരണം ലുക്ക് വൈസ് ഓൾഡ് ലുക്ക് കാണിക്കുന്നതും ശരി, അതല്ല അത് യങ് വേർഷൻ, അത്ര യങ് അല്ലെങ്കിലും കുറച്ചൊരു ഇപ്പോ അതിൽ താടി നരച്ചിട്ടുള്ള ഏജിനേക്കാൾ ഒരു 45-50 വയസ്സ് ആ ഒരു റേഞ്ച് കാണിക്കുന്നുണ്ടല്ലോ. അതും അത് കഴിഞ്ഞിട്ട് ഏജ് ആയിട്ടുള്ള സാധനവും അതല്ലാതെ പെർഫോമൻസ് ലെവലിലേക്ക് വരികയാണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഒക്കെ ആ ഒരു ഉലകനായകന്റെ മുഴുവൻ പവർ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് മണിരത്നം എന്താണോ അദ്ദേഹത്തിന് വേണ്ടത് അത് അദ്ദേഹം എത്തിയിരിക്കും. അത് പല സിനിമയിലൂടെയും ഇപ്പോൾ ഈവൻ PS1 PS2 ആണെങ്കിലും പൊന്നിയിൻ സെൽവൻ അതാണെങ്കിലും അതിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ ഓഡിയോ ലോഞ്ചിൽ നമ്മുടെ എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കുന്നതാണ് അത് മമ്മൂക്കയും നമ്മുടെ സിനിമയുടെ പേര് ദളപതി, അതിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പോടാ എങ്കവാളാന്നൊക്കെ പറയുന്ന പോലത്തെ ആൾക്ക് ഇമ്മര് ഡയലോഗ് കൊടുത്തപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടായി. പിന്നെ കമൽഹാസനെ വിളിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ച അവസ്ഥയും അവസാനം മണിരത്നം പറഞ്ഞു തരുന്നത് വീണ്ടും ഒന്നുകൂടെ പറയൂ എന്താണോ മണിരത്നം ചെയ്യുന്നത് അതുപോലെ പോയി സ്ക്രീൻ ചെയ്തപ്പോഴാണ് ഓക്കെ അതെന്നൊക്കെ പറഞ്ഞിട്ട് രജനീകാന്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റോറിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓഡിയോ ലോഞ്ചിൽ. PS1 ആണോ PS2 ആണോ എനിക്ക് ഓർമ്മയില്ല, അതിന്റെ ഓഡിയോ ലോഞ്ചിലാണ് പറയുന്നത്. നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ. സോ മണിരത്നത്തെ കുറിച്ച് പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് അതാണ് ഭയങ്കര എന്താണ് ക്രൂവൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ബട്ട് അത്ര എന്താ പറയുക കണ്ണിച്ചോറില്ലാത്തൊരു സംവിധായകൻ എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പടം അത്ര ഗംഭീരമായിട്ട് വരുന്നതും. സോ ആ ഡയറക്ടറുടെ പേരിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, ഉലകനായകൻ എന്ന നടനിൽ വൻ പ്രതീക്ഷയുണ്ട്. ആൻഡ് STR കമൽഹാസൻ കോംബോ എങ്ങനെ വരുന്ന അറിയാനുള്ള ഒരു തോന്നലുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പൊ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വലിയ പ്രതീക്ഷയാണ് വന്നത്. ഇനിയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് AR റഹ്മാൻ. എല്ലാം കൂടി ആകുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ മേമ്പൊടിക്ക് അവസാനം മൊത്തം പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. സോ കണ്ടറിയാം എങ്ങനെ ഉണ്ടാവും നമ്മുടെ ടഗ് ലൈഫ് എന്നുള്ളത്. ടഗ് ആകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തും. താങ്ക് യു.